ഔഷധ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന കർക്കിടക മരുന്നുണ്ട. ഇത് നമ്മുടെ ശരീരത്തിന് കരുത്ത് നൽകുന്നു, പിന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നു, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, സന്ധിവേദന, നടുവേദന എന്നിവയ്ക്കെല്ലാം ഏറ്റവും ഫലപ്രദമായ ഉണ്ടയാണ് കർക്കിടക മരുന്നുണ്ട. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ചേരുവയും ഇതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിന് വളരെ നല്ല മാറ്റം തരുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ ഞവരരി നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ അരിയെ അപേക്ഷിച്ച് നല്ല ഉയർന്ന പ്രോട്ടീനുള്ള ഇതാണ് ഞവരരി. ഇത് ദഹനത്തിന്, പിന്നെ സന്ധിപേശി രോഗങ്ങൾക്ക്, ക്ഷീണം മാറ്റാൻ, പിന്നെ ചർമ്മത്തിന് എല്ലാം വളരെ ഉത്തമമാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ഞവരരി എടുത്തിരിക്കുന്നത് 1.5 കപ്പാണ് കേട്ടോ. 1.5 കപ്പാണ് മെഷർമെൻറ്റ്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വേണം വറക്കാനായിട്ട്. ചെറു തീയിൽ അടി കരിയാണ്ട് നോക്കി നന്നായി അരി മൂത്ത് പൊട്ടി വരണം. അതാണ് ഇതിൻ്റെ പാകം. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. അരിയായിട്ട് അടുത്ത ചേരുവ ആശാളിയാണ്. ആശാളി വെള്ളത്തിലിട്ട് കഴുകിയാൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ വെള്ളത്തിലൊന്നും ഇട്ട് കഴുകാണ്ട് നമ്മൾ അതേപോലെയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. കാൽഷ്യം, വിറ്റാമിൻ എ, സി, ഇ, പിന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും, എല്ലുകളുടെ ബലം കൂട്ടാനും, ശരീരഭാരം കുറയ്ക്കാനും വളരെ ഉത്തമമാണ് ആശാളി. ഇതായി വരുമ്പോൾ നന്നായി പൊട്ടി വരും. അതാണ് കണക്ക്. നമുക്കിനി ഇത് കോരിയെടുക്കാം. അടുത്ത ചേരുവ ഉലുവയാണ്. ഇതും 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഉലുവേൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം. ഇത് പ്രമേഹം നിയന്ത്രിക്കും, പിന്നെ ദഹനം മെച്ചപ്പെടുത്തും, ശരീരഭാരം കുറയ്ക്കാനും, കൊളസ്ട്രോൾ കുറയ്ക്കാനും, ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും, മുടി വളർച്ച, ചർമ്മത്തിളക്കം എല്ലാത്തിനും ഇതും വളരെ നല്ല ഒരു മരുന്നാണ് അതും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അടുത്തത് മുതിര. ഇത് 1/4 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ശരീരഭാരം കുറയ്ക്കും, പ്രമേഹം രോഗികൾക്ക് വളരെ ഉത്തമമാണ് മുതിര. കൊളസ്ട്രോൾ കുറയ്ക്കും, ഹൃദയത്തിന് വളരെ നല്ലതാണ്, വളർച്ച തടയും, ദഹനം നന്നായി മെച്ചപ്പെടുത്തും, നന്നായി ഫൈബർ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്ത ചേരുവ ജീരകമാണ്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ ഗുണങ്ങൾ നോക്കിയാൽ ദഹനം വളരെ നന്നായി മെച്ചപ്പെടുത്തും, പിന്നെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കും, ശരീരഭാരം കുറയ്ക്കും, പിന്നെ അനീമിയ തടയും, അയമോദകം. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. വായുകോപം, ദഹന പ്രശ്നങ്ങൾ, അസിഡിറ്റി, പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ, ആർത്തവ വേദന കുറയ്ക്കാനും, പിന്നെ കൂടാതെ ചുമ, ജലദോഷം ഇതിനൊക്കെ വളരെ നല്ലതാണ്. ഇത് മൂത്ത് കഴിഞ്ഞു. ഇതും കോരിയെടുക്കുന്നുണ്ട്. അടുത്ത ചേരുവ എന്ന് പറഞ്ഞാൽ എള്ളാണ്. 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലുകൾക്ക് വളരെ ശക്തി തരുന്നതാണ് എള്ള്. പിന്നെ അതുകൂടാതെ ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ്, സ്കിന്ന്, ചർമ്മം, മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്, വളരെ ഗുണം ചെയ്യുന്നതാണ് എള്ള്. ദിവസം നമുക്ക് എള്ള് ചേർക്കുന്നത് വളരെ നല്ലതാണ്, എല്ലിനൊക്കെ ശക്തി കിട്ടാനായിട്ട്. പിന്നെ ഞാനിവിടെ 3 അച്ച് വെല്ലമാണ് എടുത്തിരിക്കുന്നത്, ശർക്കര. ഇതിന് പനശർക്കര ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനിവിടെ ശർക്കര ഉള്ള കാരണം അതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചെരിയത് 1 മുറി. ഇത് നന്നായി വറുത്തെടുക്കണ്ട, ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മതി. അതിലത്തെ ഒരു പശുമയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ്, അധികം റോസ്റ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോണ വരയ്ക്കൊന്ന് ചെറിയ ചൂടിലിട്ട് ആക്കിയാൽ മതി. പിന്നെ ചുക്ക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ചുക്ക്. ഇനി പിന്നെ 3-4 ഏലക്കായും കൂടി ഇട്ട് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കാം. ഇത് മതി. തീ ഓഫാക്കി വയ്ക്കാം. ഇനി തീ ഓഫാക്കി ഇതെല്ലാതും നന്നായി ആറിയതിന് ശേഷം ഈ വറുത്ത ചേരുവകളൊക്കെ
നന്നായി പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നാളികേരം ശർക്കരയും കൂടി ഒന്ന് അവസാനം മിക്സിയിലിട്ട് ഓടിച്ച് ഞാൻ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ട് റെഡി ആയിട്ട് നമുക്കിത് ദിവസത്തിൽ ഒരെണ്ണം വീതം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങളാണ് ഉള്ളത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ കർക്കിടകത്തിൽ നമുക്ക് അസുഖത്തിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.